ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തുഹ്ഫത്തുൽ മുഹ്താജ് 9-ാം വാള്യം, കിതാബു സിയർ. സലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. വലാ റദ്ദു സലാമി ഫാസിക്കിൻ ഔ മുബ്തദിഇൻ. തമ്മാടിയുടെയും പുത്തൻ പ്രസ്ഥാനക്കാരൻ്റെയും സലാം മടക്കൽ നിർബന്ധമില്ല. ശരിക്കിപ്പോൾ സലാം പറയൽ സുന്നത്തും മടക്കൽ ഫർളുമാണ്. ഫർള് ഐനാണ് ഒരാളാണെങ്കിൽ. എന്നാൽ ആ മടക്കൽ ഫർള് എന്ന ബാധ്യത ഇല്ല ആരാവുമ്പോൾ? നമ്മളോട് സലാം പറഞ്ഞത് ഒരു നിസ്കാരക്കള്ളനാണ്, ഉമ്മാൻ അടിച്ച ആളാണ്, ഓൻ തൗബ ചെയ്തില്ല, വൻപാപം ചെയ്ത് ഓൻ ഒരു വൻപാപം ചെയ്തിട്ടുള്ളൂ, പക്ഷേ തൗബ ചെയ്തില്ല. അല്ലെങ്കിലോ ചെറുപാപം ഇഷ്ടം പോലെ, ഓൻ്റെ നന്മയും തിന്മയും നോക്കുമ്പോൾ നന്മയേക്കാളും കൂടുതൽ തിന്മയാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ സലാം പറഞ്ഞ് മടക്കണ്ട. ഔ മുബ്തദഈൻ. അല്ലെങ്കിൽ ബിദ്അത്തിൻ്റെ ആളുകൾ. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ വഹാബികൾ, അത് എല്ലാ ആലോചനയും പെട്ടതിൽ ജമാഅത്തും പെട്ടു, പിന്നെ എല്ലാ ഐറ്റംസും ചെയ്തു. എന്തിനു വേണ്ടിയാണ്? സജിറല്ലഹു. ആ ഫാസിക്ക് മുബ്തദി ഇവരെ ഓനെ വിലങ്ങാൻ വേണ്ടി, ഔലി വൈദിഹി, അല്ല അവനല്ലാത്ത ആളുകളെ. അതായത് ഓങ്ങോട്ട് സലാം പറഞ്ഞു, അപ്പോൾ നമ്മൾ മടക്കാതിരിക്കുമ്പോൾ ഷടാ എന്നോടിപ്പോൾ എൻ്റെ സലാം ഉപരി മടക്കിയില്ലല്ലോ, എന്തേ ഇപ്പോൾ കാരണം? ഞാൻ നിസ്കാരക്കള്ളനായിട്ടാണ്, ഞാൻ വൻപാപിയായിട്ടാണ്, ഞാൻ ആ തെറ്റ് ചെയ്യൂല. തെറ്റ് ചെയ്തുകൊണ്ടാണല്ലോ ഓൻ്റെ സലാം മടക്കാത്തത്. അല്ലെങ്കിൽ വിദേഹത്താരൻ, ഓ ആ മൂല്യാരൊന്നും ആ കാളിയാരൊന്നും എൻ്റെ സലാം മടക്കില്ലല്ലോ, എൻ്റെ പേര് ഞാൻ വഹാബിയായിട്ടാണ്. മുജാഹിദർ എടുത്തിട്ട്, മുജാഹിദർ എന്താ? ധർമ്മസമരം നടത്തുന്ന ആളുന്നത്. മുജാഹിദ് നിഷേധികളെ പോലെ ഉച്ചരിക്കണം. അപ്പോൾ ഞാനൊരു ബിദ്അത്തുകാരനായിട്ടാണല്ലോ എൻ്റെ സലാം മടക്കിഞ്ഞു എന്ന് അവനക്കൊരു ഇന്തിജാറുണ്ടെങ്കിൽ എന്തു വേണ്ട, നമ്മൾ മടക്കൽ നിർബന്ധമല്ല. ഔലി വൈരിഹി, അല്ലെങ്കിൽ ഓനല്ലാത്ത ആൾക്ക്, ഓനും നമ്മൾ പിന്നെ മടക്കാതിരുന്നുകൊണ്ട് ഓനൊരു മാറ്റം ഉണ്ടാവില്ല. പക്ഷെ ഓൻ്റെ ഒപ്പം ഒരു സാധു മുജാഹിദ് ഉണ്ട്. അപ്പോൾ നമ്മൾ മടക്കാതിരുന്നാൽ ചെന്നത് സാധു മുജാഹിദ് ചിലപ്പോൾ അതിന് പിന്മാറാൻ സാധ്യത ഉണ്ട്. ഓ പള്ളിയിലെ മൂലിയാരൊന്നും മറ്റേ ആജിൻ്റെ സലാം മടക്കിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഈ വലിയ വഹാബിക്ക് മാറ്റം ഉണ്ടാവില്ല, ഓൻ്റെ ഒപ്പമുള്ളാകെ ചിലപ്പോൾ മാറ്റണ്ട, മടക്കാതിരുന്നാൽ അപ്പോഴൊന്നും മടക്കണ്ട. അപ്പോൾ ഇൻസിജാർ ഇല്ലെങ്കിലോ നമ്മളിപ്പോൾ പിന്നെ ഓൻ്റെ സലാം മടക്കാതിരിക്കുന്നത് കൊണ്ട് ഒരു മാറ്റം ഉണ്ടാവില്ല. എന്നാൽ പിന്നെ സാധാ പോലെ പറയലും മടക്കലൊക്കെ. ഇതാണ് ഇമ്മത്ത് പറഞ്ഞത്. നമ്മുടെ ഈ തുഹ്ഫത് ആ സജിറൻ എന്നുള്ള ഇല്ലത്ത വൽ മാലൂലു യദൂറു മാൽ ഇല്ല. ഇല്ലത്തുണ്ടാവുമ്പോഴേ മാലൂൽ ഉണ്ടാവുള്ളൂ. ഞാൻ അവിടെ നോക്കി, പിന്നെ ഷെർവാനി ഖൗലുഹു സജിറൻ ഇലഹ് ഇബാറത്തുൽ മുഗ്നി ഇദാ കാന ഫീ തർക്കിഹി സജിറുൻ. ആ റദ്ദിനെ ഒഴിവാക്കലിൽ സജിർ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്? ഇപ്പോൾ കൈതാണത് മടക്കാതിരിക്കേണ്ടത്. അപ്പോൾ സജിർ ഇല്ലെങ്കിലോ മടക്കൽ ഉജൂബാണ്. കാരണം അവർ മുസ്ലിങ്ങളാണ്. നമ്മളെ സുന്യാളൊന്നായിട്ട് മുശ്രിക്കാറുന്നു, അതുകൊണ്ടോ മുശ്രിക്കാവില്ല. അതിന് പച്ച നുണേ എന്തല്ലാത്ത വർത്താന. ഒരു കൃത്യമായി ഒരാളെ എടോ നീ മുശ്രിക്കാരനാ പറഞ്ഞാൽ മുശ്രിക്കാവും. അഹ്ലുസുന്നൻ്റെ നില എന്താ? ലാ നുകഫിറു അഹ്ലൽ ബിദ്അ. ബിദ്അത്തിൻ്റെ അഹ്ലുകാരെ
വിദേഹത്തുകാരെ നമ്മൾ കാഫിറാക്കണില്ല. ഒരു മുസ്ലിങ്ങൾ തന്നെയാണ്. ആ മുസ്ലിങ്ങളോട് ചില വിഷയങ്ങളൊക്കെ നമുക്കൊരു ബഹിഷ്കരണം. മിർക്കാത്തിലൊക്കെ കാണാം, ഷറഹുൽ മിഷ്കാത്തിലൊക്കെ കാണാം. ഇതുപോലത്തെ ഹദീസുകളൊക്കെ മഹ്മൂലുൻ അല സജിരി വത്തഖലീൽ, ഗൗരവപ്പെടുത്താൻ വേണ്ടി സജിറിന് വേണ്ടി പറഞ്ഞാണ്. അതിന് ഹുക്മ് പിടിക്കണ്ട. എന്നിട്ട് ശേഷമുണ്ട്. ഇതുകൊണ്ടാണ് നമ്മളെ മുൻഗാമികൾ പിന്നെ യുആമിലൂനഹും കമുആമലത്തിൽ മുസ്ലിമീന ഫീ നിക്കാഹിഹിം വ ഇൻകാഹിഹിം വസ്സലാത്തി അലാ മൗത്താഹും വദഫിനിഹിം ഫീ മഖാബിൽ മുസ്ലിമീൻ എന്നൊക്കെ ഉണ്ട്. കാരണം എന്താ? ആ വമീൻ സമ്മാനത്തിന് മുമ്പുള്ളത് ഒരു മുസ്ലിങ്ങളാണ്. അപ്പം ചില ബഹിഷ്കരണങ്ങളുണ്ട്. തുടർച്ച കറാഹത്താണ്. അവിടെ തന്നെ ഒരു മർജൂഹ അഭിപ്രായമുണ്ട്. നല്ല മനുഷ്യന്മാർ, ഖൈറിൻ്റെ അഹ്ലുകാർ, ആലിമീങ്ങൾ പോലെ തുടരൽ ഹറാമാണ്. ബാക്കിയുള്ള കറാഹത്ത്. കാരണം നല്ല ആരെയും പിന്നെ തെറ്റിദ്ധരിച്ച ഒരു കുഴപ്പമൊന്നുമില്ല. അതെവിടെയുള്ള തുടർച്ചയിലാണ്. മയ്യിത്ത് നിസ്കാരത്തിൻ്റെ വിഷയത്തിലോ ഒന്നുമില്ല. അവിടെ കറാഹത്തോ ഹറാമൊന്നുമില്ല. പിന്നെ എന്നാൽ ഈ സലാമെന്ന് ആരെ ഒഴിവാക്കിയിട്ടുള്ളൂ? സലാമെന്ന് ഒഴിവാക്കിയത് ഇതാ, ഖറജൽ കാഫിറു വൽ മർഅതു ശാബത്തു. കാഫിര്യങ്ങൾക്കും പറയണ്ട, യുവതികൾക്കും പറയണ്ട, ബാക്കിയുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും പറയണം. ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒഴികെ. ഒരാൾ ടോയ്ലറ്റിലാണ്, അപ്പോൾ പറയണ്ടല്ലോ. വഹാബിയാണ്, തമ്മാടിയാണ്, അപ്പോൾ ഈ മൈനയ്ക്ക് വേണ്ടി സജീറിന് വേണ്ടി പറയണ്ട. ഇല്ലെങ്കിൽ പറയണം. പറയലും മടക്കൽ സുന്നത്ത്, പറയൽ സുന്നത്തും ആവും, മടക്കൽ നിർബന്ധവും. ഇതാണ് അയിമ്മത്ത് പറഞ്ഞത്. തോന്നിയാസം പറയാൻ നിൽക്കണ്ട. ഞമ്മക്ക് ഇമാമിയങ്ങൾ എങ്ങനെയാണോ പറഞ്ഞത് അത് പറയുക. ഞമ്മക്ക് വരച്ച് വരയിൽ നിന്നുകൊണ്ട് വിദ്യാർത്ഥി അതിശക്തമായി നമുക്ക് എതിർക്കാം. നമ്മളെ ഉസ്താദ്മാരൊക്കെ എതിർക്കും പോലെ. അല്ലെങ്കിൽ എന്താ പറയുമോ, അതൊക്കെ പരിധി വിട്ട് ഇഫ്രാത്തായി മാറും. നമുക്ക് ഇഫ്രാത്തും വേണ്ട, തഫ്രീത്തും വേണ്ട, അതിൽ രണ്ടിൻ്റെ അടിയും കൂടി നമ്മൾ പോണത്. പിന്നെന്ത് വേണം അറിയോ? വലാബുദ്ധ ഫിലിപ്തിദായി വർ റദ്ദി മിൻ റഫ്ഇ സൗതി ബിഖദ്രി മാ യഹ്സുലു ബിഹി സമാഉ ബിൽ ഫിഅലി. പറയുകയാണെങ്കിലും മടക്കുകയാണെങ്കിലും അതിൽ അത്യാവശ്യമാണ് മിൻ റഫ്ഇ സൗതി, ശബ്ദമുയർത്തണം. എത്ര? ബിഖദ്രി മാ യഹ്സുലു ബിഹി സമാഉ, ആ ഉയർത്തൽ കൊണ്ട് കേൾവി കരസ്ഥമാവും. നമ്മൾ സലാം കേൾക്കണ്ടേ? അപ്പോൾ ആ കേൾക്കും വിധം നമ്മൾ ശബ്ദമുയർത്തണം. ബിൽ ഫീലി, കൃത്യമായിട്ട്. നമ്മളെ ഖുതുബൻ്റെ അവിടെ ബിൽക്കുവുണ്ട്. ശ്രദ്ധ കൊടുത്താൽ കേൾക്കും. കേട്ടുകൊണ്ടിരിക്കണമെന്നില്ല, ശ്രദ്ധ കൊടുത്താൽ കേൾക്കും. ഇവിടെ ആവും പറ്റില്ല. ബിൽ ഫീൽ തന്നെ എന്ത് വേണം? സമാവ് വേണം. അപ്പോൾ നമ്മൾ സലാം പറയുമ്പോൾ നമ്മളെ സലാം ആ ആൾ കേൾക്കണം. അപ്പോൾ ഈ വാട്സപ്പ് സലാം, അതേപോലെ ഫോൺ സലാം, അതൊന്നും യഥാർത്ഥത്തിലുള്ള സൗത്താവൂല. അതൊക്കെ റെക്കോർഡ് ചെയ്തെത്ത യഥാർത്ഥ ശബ്ദത്തിൻ്റെ മിസാലുകളാണ്. ഒരു വസ്തുവിൻ്റെ മിസാലിന് ആ വസ്തുവിൻ്റെ ഹുക്കുമില്ല. മിസ്ലു ഷൈഇ ഗൈറുഹു. വണ്ടൂർ താജുലുലമയൊക്കെ അങ്ങനെ പറയും. ഇപ്പോൾ ഒരു വലിയ ഫക്കീഹല്ലേ, ഫിഖിൻ്റെ ആഴം മനസ്സിലാക്കിയ ആളല്ലേ. മാഷാ അല്ലാഹ്. വലോഫി സഖീലി സമഇ, കേൾവി ഭയങ്കര ഭാരമുള്ള ആളാണ്, കമ്മിയുള്ള ആളാണ്. ഓനോട് പറയുമ്പോൾ കേൾവി ഉണ്ട്, കുറച്ച് ഉറക്കെ പറയണം. കുറച്ച് കമ്മിയുള്ള ആളാണ്. അപ്പോൾ ഓനോട് പറയുമ്പോൾ എന്ത് വേണം? കുറച്ച് ഉച്ചത്തിൽ പറയണം. അതേപോലെ ഓൻ നമുക്ക് പറഞ്ഞാൽ നമ്മളെന്ത് വേണം? ഓൻ കേൾക്കുമാർ ശബ്ദം ഉയർത്തണം. കുറച്ച് പറ, അല്ലെങ്കിൽ കുറ്റൊന്നും ഒഴിവാവില്ല.
പക്ഷേ അവിടെ ഒരു ഇസ്തിദ്റാക്കുണ്ട്. എങ്ങനെ? നഅം ഇൻ മറ അലൈഹി സരീഅൻ. ഓം വണ്ടിമ പോവുകയാണ്, ഒരാൾ സലാം പറഞ്ഞുണ്ട്, സലാമു അലൈക്കും, ബൈക്കും പോവുകയാണ്. ബിഹൈസുലം യബ്ലൂഹു സൗത്തുഹു, ഇവൻ്റെ സൗത്ത് ഇവനിക്ക് എത്താത്ത വിധം പെട്ടെന്നാണ് ഓടി വണ്ടിമേലൊക്കെയാണ് കൂട്ടുക. അവിടെ ഇപ്പം എന്താ? ഫല്ലദീ യൽഹറു അന്നഹു യൽസമുഹു റഫ്ഉ, ഓനാണ് ഉയർത്തിയാൽ മതി. ദൂനൽ അദ്ബി ഖൽഫു, അവനെ പിന്നാലെ ബൈക്കെടുത്ത് പോയിട്ട് വഅലൈക്കും അസ്സലാം എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, വലാഹിറുൻ അന്നഹു ലാബുദ്ദ മിൻ സമാഇ ജമീഅ സിഗതി ഇബ്തിദാഅൻ വറദ്ദ. അപ്പോൾ അസ്സലാമു അലൈക്കും ആ സിഗ, വഅലൈക്കും അസ്സലാം മടക്കുമ്പോഴുള്ള സിഗ, ഇത് ഫുള്ളായിട്ട് എന്തു വേണം? കേൾക്കണം. അതല്ലാത്ത സലാം പരിഗണീയമല്ല. അപ്പോൾ സുന്നത്തിൻ്റെ കേൾക്കാതെ പറഞ്ഞാൽ കുറച്ച് കേട്ടില്ല, അത് സുന്നത്തായ സലാം ആവൂല. അല്ലെങ്കിൽ കൃത്യമായി സലാം പറഞ്ഞു, നമ്മൾ വഅലൈക്കും സലാം ആ മടക്കലൊന്നും ശരിയാവില്ല. അപ്പോൾ ആൾ കൃത്യമായി സലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി മടക്കണം. അത് ഫുള്ള് മുഴുവനെ കേൾപ്പിക്കും വേണം. ഫുള്ള് കേൾപ്പിക്കണം, കുറച്ചല്ല. ആ ഫുള്ള് അവനെ കേൾപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വുജൂബ് ഫർള് ഒഴിവാക്കിയ പോലെയാവും, അപ്പോൾ കുറ്റം കിട്ടും. ചിലൊക്കെ അത് പറ്റില്ല. അതിലെത്ര അക്ഷരമുണ്ടോ അത് മുഴുവൻ കേൾപ്പിച്ചാൽ പറയണ സുന്നത്തിട്ടുള്ളൂ. വഅലൈക്കും അസ്സലാം എന്നതിൽ എത്ര അക്ഷരമുണ്ടോ അത് ഫുള്ള് പിന്നെ കേട്ടാലാണ് മടക്കുമ്പോഴേ നമ്മൾ ആ ബാധ്യത ഒഴിവാവുള്ളൂ, ഫർള് ഒഴിവാവുള്ളൂ. ഈ കാര്യം നല്ല ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെയാണ് നമ്മളെ സലാമിൻ്റെ മസ്അല. നമ്മളെ തുഹഫയും ഷെർവാനിയും ഇബ്നു ഖാസിമൊക്കെ നോക്കി തിരി. അല്ലാഹു തആല എല്ലാം കൃത്യമായി മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.